യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുകയാണ്. സന്തോഷത്തോടെ ആയിരിക്കണം, പ്രതീക്ഷയോടെ ആയിരിക്കണം. ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്, ദൈവം ഒരുക്കുന്നത്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകൾ, അവരുടെ ഫോട്ടോ പതിപ്പിച്ച പ്രാർത്ഥനാ നിയോഗങ്ങളാണിത്. എത്ര വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കും അവർ അയച്ചു തന്നത്? ഞങ്ങളിൽ പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ? ഏറ്റവും ആത്മാർത്ഥതയോടെ തന്നെ പ്രാർത്ഥിക്കുവാണ്. അയച്ചു തരാൻ കഴിയാത്തവരുണ്ട്, അയച്ചു തരാൻ പറ്റാത്തവരുണ്ട്, മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെയുള്ള പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ദൈവാനുഗ്രഹത്തിനുമായി ഏൽപ്പിച്ചു തന്നവരാണ്. ഇതൊരു നിയോഗമാണ്. ഇവർക്കൊക്കെയും പറയാൻ, വ്യക്തമായി പറയാൻ ഒരു സാക്ഷ്യത്തെ തന്നെ കൊടുക്കണമേ. ഈ പ്രാർത്ഥന പരാജയപ്പെടുകയില്ല. എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ഒരു നന്മയായി, അനുഗ്രഹമായി, ഐശ്വര്യമായി അവർ മാറും. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ഏൽപ്പിച്ചു തന്നിട്ടുള്ള ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും എല്ലാവരെയും ഓർത്ത് തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച്, അങ്ങയുടെ വചനത്താൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ അവരെ നയിക്കണമേ. ഞങ്ങളങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ 15 ദിവസങ്ങളിലൂടെ, അതിനിടയിലൂടെ കടന്നു പോവുകയാണ്. ഇന്നെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ലഭിച്ചുവെന്ന് നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള പലർക്കും മനസ്സിലാകത്തക്ക വിധം ഒരു ദൈവപ്രവൃത്തി നമ്മളിൽ സംഭവിക്കട്ടെ. ഒരു ദൈവപ്രവൃത്തി നമ്മളിൽ സംഭവിക്കട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ജോലിയിലോ മറ്റോ ഏർപ്പെട്ടുകൊണ്ടാണ് ഈ വചനം ശ്രദ്ധിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പാടാണ്. കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായി ഈ വചനം കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സാകുന്നെങ്കിൽ തയ്യാറാകാമോ? ഇത് നമ്മൾ ആ വചനം പറയുന്നതോടൊപ്പം മനസ്സും പ്രാർത്ഥനയിൽ സഞ്ചരിച്ചാലേ ആ വചനത്തിലെ അനുഗ്രഹം നമുക്ക് വീണ് കിട്ടത്തുള്ളൂ. അനുഗ്രഹം നമുക്ക് വീണ് കിട്ടണം, നമുക്കത് കിട്ടും. ഞാൻ വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 6 മുതൽ. അനന്തരം ഏലിയ എലീശായോട് പറഞ്ഞു. ഏലിയ പ്രവാചകൻ എലീശായോട് പറഞ്ഞു, ദയവായി പ്ലീസ് ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു. അപ്പോൾ എലീശ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറത്തില്ല. ഞാൻ മാറിപ്പോവുകയില്ല. പ്രവാചകൻ പ്രാർത്ഥനയുള്ള ഏലിയായോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച എലീശ. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായി, മാസങ്ങളായി പ്രാർത്ഥനയും വചനത്തോടും ചേർന്ന് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുണ്ട്, ഇതിനെല്ലാം ഒരു അനുഗ്രഹമുണ്ട്, ഇതിനൊരു പ്രതിഫലമുണ്ട്. എലീശ പറഞ്ഞു, ഞാൻ മാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു. അവർ ഇരുവരും ജോർദാന് സമീപം എത്തിയപ്പോൾ പ്രവാചക ഗണത്തിൽപ്പെട്ട 50 പേർ അല്പം അകലെ വന്നു നിന്നു. ഏലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിലടിച്ചു. വെള്ളം ഇരുവശത്തേക്കും മാറി. ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു. മറുകര എത്തിയപ്പോൾ ഏലിയ എലീശായോട് പറഞ്ഞു, നിന്നിൽ നിന്നെടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീശ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. ആ അഭിഷേകം എനിക്ക് വേണം, ആ അനുഗ്രഹം എനിക്ക് വേണം. ഇനി ഏലിയായിൽ നിന്ന് അനുഗ്രഹം ഈ വ്യക്തിക്ക് കിട്ടുവാണ്. 10-ാമത്തെ വാക്യം. അവൻ പറഞ്ഞു, ദുഷ്കരമായ റിസ്ക്കുള്ളൊരു കാര്യമാണ് നീ ചോദിച്ചത്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും.
കണ്ടില്ലെങ്കിൽ ലഭിക്കില്ല. സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ അതാ ഒരു ആഗ്നേയരഥവും ആഗ്നേയാശ്വരങ്ങളും അവരെ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. ഏലീഷ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്ന് വിളിച്ചു. ഏലിയ സ്വർഗത്തിലേക്ക് ഒരു ചുഴലിക്കാറ്റിൽ ഇങ്ങനെ പോകുന്നത്, സ്വർഗം എടുക്കുന്നത് ഏലീഷ കണ്ടു. ഞാനിത് പറയുന്നത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാനല്ല. 13-ാമത്തെ വാക്യം, അവൻ ഏലിയായിൽ നിന്ന് വീണു കിട്ടിയ മേലങ്കി. കണ്ടോ, ആ ഒരു ദൈവമനുഷ്യനോട്, പ്രാർത്ഥനയുള്ളൊരു മനുഷ്യനോട് ചേർന്ന് നിന്നപ്പോൾ ആ ഏലീഷായ്ക്ക് വീണ് കിട്ടിയ ഒരു അനുഗ്രഹം. നിങ്ങളും ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ദൈവവചനം കേട്ടുകൊണ്ട് ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ചേർന്ന് നിൽക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബം ചേർന്ന് നിൽക്കുമ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചേർന്ന് നിൽക്കുമ്പോൾ, നിങ്ങൾക്കും വീണ് കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. ദൈവത്തിൽ നിന്ന് വീണ് കിട്ടുന്ന നന്മകളുണ്ട്, വീണ് കിട്ടുന്ന ഐശ്വര്യമുണ്ട്, വീണ് കിട്ടുന്ന ദൈവികമായ ഉയർച്ചകളുണ്ട്. ഇത്രയൊന്നും റിസ്ക്കൊന്നും ആരും എടുക്കില്ല. ഇത്രയും സമയമൊക്കെ പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കാൻ പറ്റുമോ? 1-2 മിനിറ്റൊക്കെയാണ് പിന്നെ നോക്കായിരുന്നു. പലർക്കും സമയം പ്രശ്നമാണ്. ഏലിയയുടെ കൂടെ നടന്ന് ഏലീഷായുടെ ആ മനസ്സ് നോക്കിക്കേ. അദ്ദേഹത്തെ വിട്ടുമാറാതെ ചേർന്നു നിന്നു. എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ പ്രാർത്ഥനയോടും ദൈവത്തോടും ദൈവീക കാര്യങ്ങളോടും ചേർത്ത് തന്നെ നിർത്തണം, പ്രോത്സാഹിപ്പിക്കണം. അവരെ പ്രോത്സാഹിപ്പിക്കണം, ഈ വചനം കേൾപ്പിക്കണം. കൈക്കുഞ്ഞുങ്ങളെ ഈ വചനമൊക്കെ കേൾപ്പിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കണം. രാവിലെ എഴുന്നേറ്റവർ ആരാധിക്കാൻ അവരെ പഠിപ്പിക്കണം. വചനം അവരുടെ ഹൃദയത്തിൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുമ്പം നമ്മുടെ ജീവിതത്തിൽ വീണ് കിട്ടുന്ന ചില സൗഭാഗ്യങ്ങളുണ്ട്. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമായി. ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ ആ മേലങ്കി. ഞാൻ ആ മേലങ്കിയുടെ സ്ഥാനത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ദിവസവും ഞാനിങ്ങനെ ഓർക്കുന്നു, എല്ലാ ദിവസവും വചനം പറയാനുള്ളൊരു അനുഗ്രഹം, അത് ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് വീണ് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളല്ലേ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ, നല്ലൊരു നാളേക്കായി, നല്ലൊരു തലമുറയ്ക്കായി, നല്ല കുടുംബ ബന്ധങ്ങൾക്കായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൽ നിന്ന് വീണ് കിട്ടുന്ന അനുഗ്രഹമുണ്ട്. അത് നമുക്കൊരു വലിയ സൗഖ്യത്തിന് വിടുതലിന് കാരണമാവും. വീണ് കിട്ടിയ മേലങ്കി ജോർദാൻ്റെ കരയിൽ ചെന്ന് നിന്നു. അവനത് വെള്ളത്തിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? അവൻ വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്ക് മാറി. അടുത്തതാണ്, ജെറീക്കോയിലെ പ്രവാചകഗണം ഏലീഷായെ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് ഏലീഷായിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു. അവർ അവനെ താണു വണങ്ങി എതിരേറ്റു, ബഹുമാനിച്ചു, ആദരിച്ചു. എന്തുകൊണ്ടാ? പലരും വന്ന് പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇങ്ങനെ ചുമ്മാ പുള്ളിയുടെ പുറകെ നടന്നിട്ട് എന്ത് ഗുണമാണ് ഉള്ളത്? അങ്ങനെ നാട്ടുകാരുടെയും കുറേ അസൂയക്കാരുടെയും വാക്ക് കേട്ട്, വിമർശിക്കുന്നവരുടെയും വാക്ക് കേട്ട്, സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് ഏലീഷ പോയായിരുന്നെങ്കിൽ ഈ താണുവണങ്ങലോ, ഈ എതിരേൽക്കലോ, ഈ വീണ് കിട്ടിയ മേലങ്കിയുടെ അനുഭവം ഉണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളോട് പലരും പറയാനുണ്ട്, നീ അല്ലാതെ പള്ളിയിൽ പോവോ, നീ അല്ലാതെ പ്രാർത്ഥിക്കുവോ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇതൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടോ പറഞ്ഞ് തിരിപ്പിക്കാൻ പലരും ഉണ്ട്. പക്ഷേ ഏലീഷായെ കണ്ടു പഠിക്കണം. ഏലീഷ ഏലിയായോട് ചേർന്ന് തന്നെ നിന്നു. പലരും പലതും പറഞ്ഞു കാണും. ഏലിയ തന്നെ പറഞ്ഞു, നീ പൊക്കോ, നീ ചോദിക്കുന്ന കാര്യം ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്, പൊക്കോളാൻ പറഞ്ഞു. ഏലീഷ പറഞ്ഞു, ഞാൻ പോകത്തില്ല, എനിക്ക് ആത്മാവിൻ്റെ ഇരട്ടി പങ്കു വേണം. പ്രതീക്ഷയോടെ കൊതിയോടെ നിന്നു. ചുഴലിക്കാറ്റിൽ ഏലിയ എടുക്കുന്നത് കാണുമ്പോൾ അലറിക്കാറിയെന്ന് എഴുതിയിട്ടുണ്ട് ഏലീഷ. പക്ഷെ പിന്നീട് കാണുന്നത് ഏലിയായിൽ വീണ് കിട്ടിയ മേലങ്കി. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് വീണ് കിട്ടുന്ന ചില നന്മകൾ ഉണ്ടാകട്ടെ.
വീണ് കിട്ടുന്ന ഐശ്വര്യങ്ങളുണ്ടാകട്ടെ, വീണ് കിട്ടുന്ന സൗഖ്യങ്ങളുണ്ടാകട്ടെ, വീണു കിട്ടുന്ന നന്മകളുണ്ടാകട്ടെ. വീണ് കിട്ടി. ആദ്യം വിചാരിച്ചു, ആദ്യം ഏലീശായെ പലരും സംശയിച്ചു. പിന്നീട് ആളുകൾ പറഞ്ഞു, ഏലിയായുടെ ആത്മാവ് ഏലീശായിൽ കുടികൊള്ളുന്നുണ്ട്. അവർ അവനെ എതിരേറ്റു, അവനെ താണു വണങ്ങി, അവനെ റെസ്പെക്റ്റ് ചെയ്തു. നിങ്ങളിൽ ഒരു ദൈവാനുഗ്രഹം വരുമ്പോൾ അത് പലരും നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ ബഹുമാനിക്കാനിട വരും. എല്ലാ മക്കളും, യുവതി യുവാക്കളും, കുഞ്ഞുങ്ങളും കേട്ടെ, നിങ്ങൾ രക്ഷപ്പെടണം. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവാ പലരുടെയും മുമ്പിൽ അഭിമാനത്തോടെ നിങ്ങളെ നിർത്തുന്നത്. കഴിവും ബുദ്ധിയും ശക്തിയും ആഗ്രഹവും മാത്രം പോരാ രക്ഷപ്പെടാൻ. ദൈവ കടാക്ഷം കൂടി വേണം. ദൈവത്തിൽ നിന്ന് വീണ് കിട്ടിയ ചില മേലങ്കി കൂടെ വേണം. ദൈവത്തിൽ നിന്ന് വീണ് കിട്ടുന്ന ചില മേലങ്കി ഇന്നും നന്നായി ജീവിക്കാൻ, രക്ഷപ്പെടാൻ ആവശ്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ, ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ലഭിച്ച ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഫോട്ടോ പതിപ്പിച്ച പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇവിടെ ഉണ്ട്. ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ 15 ദിവസം കഴിയുമ്പോൾ ഈ പ്രാർത്ഥന അവസാനിച്ചാലും ഈ പേരുകളും പ്രാർത്ഥനകളും പ്രാർത്ഥനയുള്ള സ്ഥലത്തു തന്നെ വച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഇതൊക്കെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. ആയിരക്കണക്കിന് ലെറ്ററുകളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഓരോ ചാക്ക് കണക്കിന് ലെറ്ററാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളതൊന്നും കളയത്തില്ല. അത് വളരെ കാര്യമായി ഗൗരവത്തോടെ കണ്ട് ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ഈ ആലയത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകൾ, പേരുകൾ, അവരുടെ ആവശ്യങ്ങൾ, നിയോഗങ്ങൾ, ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച്, വചനത്താൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ അവരെ നയിക്കണമേ. ഈ വചനം അയച്ചു കൊടുത്തവരെ, സ്വീകരിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, നാളെ വെള്ളിയാഴ്ച, അതിവെള്ളിയാഴ്ചയാണ്. ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, യാത്രകളിൽ, തീരുമാനങ്ങളിൽ എല്ലാം ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. എല്ലാത്തരം വിപത്തുകളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരു അനർത്ഥവും വരാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ. അപകടങ്ങൾ മാറിപ്പോകണമേ. സന്തോഷവും സമാധാനവും സാമ്പത്തിക ഭദ്രതയും ഐശ്വര്യവും തരണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുക. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, കാരുണ്യവാനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.